ഫീസ് അടയ്ക്കാൻ വഴിയില്ലെങ്കിൽ തെരുവിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുമെന്ന് കേൾക്കേണ്ടി വന്ന ഒരു ബാലൻ പിന്നീട് ഓസ്കാർ അവാർഡ് വരെ നേടിയ കഥ. 100 Days 100 Spark Stories Day 24. 1967 ആ ബാലൻ ജനിക്കുന്നത്. അച്ഛനൊരു സംഗീത സംവിധായകനായതുകൊണ്ട് തന്നെ സംഗീത സംവിധാനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അച്ഛനിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. പക്ഷേ ആ പയ്യന് 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെടുകയാണ്. അതോടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട ചുമതല ആ പയ്യൻ ഏറ്റെടുക്കുകയാണ് 9-ാം വയസ്സിൽ. അതുകൊണ്ട് തന്നെ ധാരാളം ജോലികൾക്ക് പോകുന്നു. വീട്ടിലെ അച്ഛൻ്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് വരുമാനം കണ്ടെത്തുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ അദ്ദേഹം ഹൈസ്കൂളിലെത്തുകയാണ്. ഹൈസ്കൂളിലെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒരു മ്യൂസിക് ബാൻഡിന് രൂപം നൽകുകയാണ് ആ പയ്യൻ. പിന്നീട് അദ്ദേഹം ധാരാളം പരസ്യങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുകയാണ്. 1989 ഇറങ്ങിയ മലയാള സിനിമയായ റാംജി റാവ് സ്പീക്കിങ്ങിലെ കലികാലം എന്ന ഗാനത്തിന് പ്രോഗ്രാം നൽകുകയാണ് അദ്ദേഹം. അങ്ങനെ 1992 ഇറങ്ങിയ റോജ എന്ന മൂവിയിലൂടെ മുഴുനീള സംഗീത സംവിധായകനായി അദ്ദേഹം അറിയപ്പെടുകയാണ്. ആ ഒരു സിനിമയിലെ ഗാനത്തിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് വരെ ലഭിക്കുകയാണ്. ഞാനീ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സംഗീതത്തെ ഓസ്കാർ വേദിയിലെത്തിച്ച ഇസൈ പുയൽ AR റഹ്മാൻ്റെ കഥയാണിത്.